സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ തിയേറ്റർ പൂട്ടി. ആ ഒരു തിയേറ്റർ പൊളിച്ചു കളഞ്ഞു. നിങ്ങൾ വിചാരിക്കും ഏതോ ഒരു തിയേറ്റർ എവിടെയോ പൊളിച്ചു കളഞ്ഞു, അതിനിപ്പോൾ എനിക്ക് എന്താണെന്ന്. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇതുവരെ നമ്മുടെ വീഡിയോകളിലൊന്നും നിങ്ങൾ അവസാനം വരെ കാണണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണണം കേട്ടോ. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലെജൻഡ് മനുഷ്യനെ പറ്റി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ ഒരു മനുഷ്യനെ പറ്റി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ തിയേറ്റർ വരുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരിലെ വെറൈറ്റി ഹോൾ തിയേറ്റർ ആണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തിയേറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു തിയേറ്റർ എന്നാണ് തുറന്നത് നിങ്ങൾക്ക് അറിയാവോ? 1914 ഈ ഒരു തിയേറ്റർ ഓപ്പൺ ചെയ്തത്. ഇപ്പോൾ 2024 വർഷം ഒന്ന് കൂട്ടി നോക്കിയേ. 110 വർഷം പഴക്കമുള്ള ഒരു തിയേറ്റർ ആണ് നമ്മുടെ വെറൈറ്റി ഹോൾ എന്ന് പറഞ്ഞ തിയേറ്റർ. ഈ ഒരു തിയേറ്റർ നിർമ്മിച്ചാരെന്നറിയോ? അത് നമ്മുടെ വിൻസെന്റ് സാമിക്കണ്ണാണ്. നല്ല ഗത്തുള്ളൊരു പേരാണ് അല്ലേ, വിൻസെന്റ് സാമിക്കണ്ണ്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന മൾട്ടിപ്ലക്സ് തിയേറ്ററുകളുടെയൊക്കെ ഒരു പിൻഗാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു തിയേറ്റർ നിർമ്മിച്ചത്, ആ ഒരു കഥയാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. പണ്ട് അദ്ദേഹം ഇന്ത്യൻ റെയിൽവേയിൽ ഡ്രാഫ്റ്റ്മാൻ ആയിട്ട് ജോലി ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു. ആ ഒരു സമയത്ത്, അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള സമയമാണ്. അപ്പൊ അന്ന് അദ്ദേഹത്തിന് ഒരു ഫ്രഞ്ച് ഫിലിം എക്സിബിറ്ററുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് ഫിലിം എക്സിബിറ്റർ തിരിച്ച് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് $28 മുടക്കിയിട്ടാണ് നമ്മുടെ വിൻസെന്റ് സാമിക്കണ്ണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പ്രൊജക്ടറും അതുപോലെ തന്നെ ഫിലിം റോളും അതുമായിട്ട് ബന്ധപ്പെട്ട അക്സറീസ് ഒക്കെ വാങ്ങിയത് കേട്ടോ. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഈ പറഞ്ഞ വെറൈറ്റി ഹാൾ തിയേറ്ററിന്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ അദ്ദേഹം $28 കൊടുത്തു എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഫ്രഞ്ച് എക്സിബിറ്റർ നാട്ടിലേക്ക് പോകാൻ പണമില്ലാതെ നമ്മുടെ വിൻസെന്റിനോട് ചോദിക്കുകയും അദ്ദേഹം പണം കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ ഒരു സ്നേഹ സമ്മാനമായിട്ട് അദ്ദേഹം ഫിലിം പ്രൊജക്ടർ കൊടുത്തു എന്നൊരു കഥയുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പണം കൊടുത്ത് ഇത് വാങ്ങിയെന്നൊരു കഥയും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ഈ ഒരു പ്രൊജക്ടറും കാര്യങ്ങളും ഒക്കെ നമ്മുടെ വിൻസെന്റ് വാങ്ങിയത്. അതിനുശേഷം അദ്ദേഹം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ഈ ഒരു ജോലി, ഇന്ത്യൻ റെയിൽവേയിൽ ഉണ്ടായിരുന്ന ജോലി രാജിവെച്ചിട്ട് അദ്ദേഹം പല സ്ഥലങ്ങളിലായിട്ട് സിനിമ പ്രദർശിപ്പിക്കാനായിട്ട് തുടങ്ങി. എവിടേക്കാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മൈതാനങ്ങളിൽ, അതുപോലെ തന്നെ ചന്തകളിൽ, എവിടേക്കാണ് ആൾക്കാർ കൂടുന്നത് അത്തരം സ്ഥലങ്ങളിൽ അദ്ദേഹം സിനിമ പ്രദർശിപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു സിനിമ കണ്ടതോട് കൂടിയിട്ട് ആൾക്കാർക്ക് വളരെയധികം അത്ഭുതത്തോടു കൂടിയാണ് ഇത് നോക്കി കണ്ടത്. കാര്യം അവര് ഇതുവരെ കാണാത്ത ഒരു സംഭവം ഒരു വലിയ സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത് അന്നത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇത് വീണ്ടും വീണ്ടും കാണാനുള്ള ത്വര വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ വിൻസെന്റ് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോയമ്പത്തൂരിന് പുറത്തുള്ള പല പല ഭാഗങ്ങളിലായിട്ട് അദ്ദേഹം സിനിമ പ്രദർശിപ്പിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രകാശം തന്നെയാണ്. അതായത് ഇരുട്ടായാൽ മാത്രമേ ആ ഒരു പ്രൊജക്ടറിൽ നിന്നുള്ള ലൈറ്റ് പുറത്തേക്ക് വരത്തുള്ളൂ, സിനിമ കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം രാത്രി വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ രാത്രി ആയിക്കഴിഞ്ഞാൽ ഒരു ഷോ മാത്രമാണ് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ചലഞ്ച് അദ്ദേഹത്തിന് മുന്നിലേക്ക് വന്നപ്പോഴാണ് അദ്ദേഹം ടെന്റ് കോട്ട എന്ന് പറഞ്ഞ ഒരു പുതിയ പദ്ധതി തുടങ്ങിയത്. ഈ ടെന്റ് കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെന്റ് അടിച്ചിട്ട് ആൾക്കാരെ അതിനകത്തേക്ക് വിളിച്ചു വരുത്തി സിനിമ കാണിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഈ ടെന്റിനകത്ത് ഇരുട്ട് വീണ് തുടങ്ങും. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം വൈകിട്ട് ഒരു ഷോ കളിക്കും, അതുപോലെ തന്നെ രാത്രിയിലും ഒരു ഷോ കളിക്കും. അപ്പൊ ഈ വൈകിട്ട് കളിക്കുന്ന ഷോയ്ക്ക് ഫസ്റ്റ് ഷോ എന്നും അതുപോലെ തന്നെ രാത്രി കളിക്കുന്ന ഷോയ്ക്ക് സെക്കൻഡ് ഷോ എന്നുമാണ് പറയുന്നത്. ഇപ്പോഴും നമ്മൾ ഈ ഒരു പേരുകൾ, അതായത് ഈ ഒരു സെക്കൻഡ് ഷോയും ഫസ്റ്റ് ഷോയും ഒക്കെ നമ്മൾ ഇപ്പോഴും പിന്തുടർന്ന് വരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു ഉറവിടം എവിടെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഒരു ടെന്റ് കോട്ടകളാണ് ഇന്ന് നമ്മൾ കാണുന്ന മൾട്ടിപ്ലക്സിലേക്കൊക്കെ എത്താനായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ പിന്നീട് അദ്ദേഹം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ ടെന്റ് കോട്ടകൾ സ്ഥാപിച്ചിട്ട് അവിടെ ആൾക്കാരെ സിനിമ കാണിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ ഇങ്ങനെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് അദ്ദേഹം ആലോചിച്ചു, എന്നാ പിന്നെ ഞാൻ ജനിച്ച സ്ഥലത്ത്, അതായത് ഈ കോയമ്പത്തൂർ തന്നെ ഒരു പെർമനന്റ് തിയേറ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഈ ഒരു വെറൈറ്റി ഹോൾ എന്ന് പറഞ്ഞ തിയേറ്റർ 1914 കോയമ്പത്തൂർ അദ്ദേഹം സ്ഥാപിച്ചത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു തിയേറ്ററിന്റെ പേരുണ്ടല്ലോ വെറൈറ്റി ഹോൾന്ന്, ആ ഒരു പേര് തന്നെയാണ് ആ ഒരു റോഡിന് ഇട്ടിരിക്കുന്നത്, വെറൈറ്റി ഹോൾ റോഡ്. ഇപ്പൊ നിങ്ങൾ കോയമ്പത്തൂർ ആ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ബോർഡ് കാണാൻ പറ്റും, വെറൈറ്റി ഹോൾ റോഡ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും അവർ ആ ഒരു പേര് മാറ്റിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു പെർമനന്റ് തിയേറ്റർ സ്ഥാപിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇലക്ട്രിസിറ്റി തന്നെയാണ്. അറിയാലോ, ആ കാലഘട്ടം 1914 കാലഘട്ടമാണ്. അന്ന് വീടുകളിലൊന്നും കറണ്ട് എത്താത്തൊരു സമയമാണ്. അപ്പൊ അങ്ങനെ ഒരു ചലഞ്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ വിൻസെന്റ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം യൂറോപ്പിൽ നിന്നും ഒരു ഓയിൽ എഞ്ചിൻ കൊണ്ടുവന്നിട്ട് അതിനകത്ത് നിന്നും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു തിയേറ്റർ റൺ ചെയ്തത്. അതായത് ലൈറ്റുകൾ തെളിയിച്ചത് ഈ ഒരു ജനറേറ്ററിന്റെ സഹായത്തോടു കൂടിയായിരുന്നു കേട്ടോ.
അപ്പോൾ പറയുവാണെന്നുണ്ടെങ്കിൽ മാസമൊന്നും അല്ല, കൊല്ല മാസമായിരുന്നു പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് സിനിമകൾ വന്നു തുടങ്ങി. പക്ഷേ അന്നത്തെ സിനിമകളുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ഇല്ലാത്ത സിനിമകളാണ് അന്ന് പ്രദർശിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് തിയേറ്റർ സ്ക്രീനിന് മുൻപിലായിട്ട് ഒരാൾ നിന്നിട്ടാണ് കഥ, അതായത് മറ്റുള്ളവർക്ക് കഥ മനസ്സിലാകാൻ വേണ്ടിയിട്ട് തിയേറ്ററിന് മുൻപിൽ ഒരാളുണ്ടാവും. അദ്ദേഹമാണ് ഇതിൻ്റെ ആംഗ്യ ഭാഷകളിലൂടെ അതുപോലെ തന്നെ സംസാരത്തിലൂടെ ഒക്കെ കഥ വിശദീകരിച്ച് കൊടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു റീല് ഫുള്ള് പ്ലേ ചെയ്ത് അടുത്ത റീല് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഈ ഒരു സമയം കണ്ടിട്ടുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാജിക് ഷോസ്, ഗുസ്തി, അതുപോലെ തന്നെ വില്ലുപാട്ട് തുടങ്ങിയ വെറൈറ്റി പരിപാടികളും ഈ ഒരു തിയേറ്ററിൽ കളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ കാലം കടന്നുപോയി 1930 കാലഘട്ടം ആയപ്പോഴത്തേക്കും പെഡൽ പ്രിന്റിംഗ് മെഷീൻ കൊണ്ടുവന്നിട്ട് സ്വന്തമായിട്ട് പ്രിന്റിംഗ് മൂവി ടിക്കറ്റ് ചെയ്തത് നമ്മുടെ ഈ ഒരു വെറൈറ്റി ഹോൾ തിയേറ്ററിലാണ്. നമ്മുടെ ഈ ഒരു വിൻസെന്റ് സാമിക്കണ്ണാണ് അദ്ദേഹം ഈ ഒരു മെത്തേഡ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോഴും നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കോയമ്പത്തൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റിംഗ് മേഖലയിൽ ഇങ്ങനെ കുലകുത്തി വാഴുന്ന കൊമ്പന്മാരായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം ഇദ്ദേഹം തന്നെയാണ്. അങ്ങനെ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ട് ലെജൻഡ് ഓഫ് തമിഴ് സിനിമ എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ കവറൊക്കെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാലം മുന്നോട്ടേക്ക് പോയി 1950 കാലഘട്ടം ആയപ്പോഴത്തേക്കും ഈ ഒരു തിയേറ്റർ വിൽക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ വിറ്റപ്പോൾ ഈ ഒരു പഴയ പേര്, അതായത് വെറൈറ്റി ഹോൾ എന്ന് പറഞ്ഞ ആ ഒരു പേര് മാറ്റിയിട്ട് ഡിലൈറ്റ് ഹോൾ എന്ന് പറഞ്ഞിട്ട് പുതിയ പേര് കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എത്ര രൂപയ്ക്കാണ് ഈ ഒരു തിയേറ്റർ വിറ്റത് എന്ന് നിങ്ങൾക്ക് അറിയാവോ? വെറും 2000 രൂപയ്ക്ക്. ഇന്ന് വെറും 2000 രൂപയാണ്, പക്ഷേ അന്ന് അതിൻ്റെ മൂല്യമുണ്ട്. 1950 കാലഘട്ടത്തിൽ 2000 രൂപയ്ക്കാണ് ഈ ഒരു തിയേറ്റർ വിറ്റുപോയത് കേട്ടോ. അപ്പോൾ ഈ അടുത്ത സമയം വരെ ഈ ഒരു തിയേറ്ററിൽ പഴയ സിനിമകളുടെ റീ റിലീസുകളാണ് കളിച്ചുകൊണ്ടിരുന്നത്. അതും ഫിലിം പ്രൊജക്ഷൻ തന്നെയായിരുന്നു, അനലോഗ് പ്രൊജക്ഷൻ തന്നെയാണ് ഈ ഒരു തിയേറ്റർ ഉപയോഗിച്ചത്. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ഒരു തിയേറ്റർ അവസാനിപ്പിക്കുകയായിരുന്നു, അതായത് ക്ലോസ് ചെയ്യുകയായിരുന്നു. ക്ലോസ് ചെയ്ത് തിയേറ്റർ ബിൽഡിങ് പൊളിച്ച് കളയുകയാണ് ഉണ്ടായത്. ഇനി ആ ഒരു ബിൽഡിംഗ് നിന്ന സ്ഥാനത്ത് പുതിയൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഏതെങ്കിലുമൊക്കെ വരും. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ഇത്രയും അധികം എന്താ പറയുക, ഒരു പാരമ്പര്യമുള്ള ഒരു ബിൽഡിംഗ് പൊളിച്ച് കളഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വിൻസെന്റ് സാമിക്കണ്ണിൻ്റെ ഒരു മഹത്വം എല്ലാവരിലേക്കും അങ്ങോട്ട് എത്തട്ടല്ലേ. പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ FOC എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഒന്ന് കയറി നോക്കുക. തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് അതിനകത്ത് കിടപ്പുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. ഞാൻ നിർത്തുവാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ബൈ.